ഹായ് ഓൾ ഓഫ് യു. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നമ്മുടെ LP-UP സിലബസ് ആണെങ്കിലും അല്ലെങ്കിൽ LDC സിലബസ് ആണെങ്കിലും അതൊരു മെയിൻ ടോപ്പിക്കാണെന്ത് ലോഹങ്ങൾ, അതേപോലെ ലോഹ നിർമ്മാണം എന്നൊരു ഭാഗം. അപ്പം അതുമായി ബന്ധപ്പെട്ട SCRT ചാപ്റ്ററാണ് നമ്മളത് ഡിസ്കസ് ചെയ്യുന്നത്. ഇമ്പോർട്ടൻ്റ് ചാപ്റ്ററാണ്. അപ്പം സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യനൊക്കെ ചോദിക്കാൻ ഒരുപാട് സാധ്യതകളുണ്ട്. അപ്പോൾ ടെസ്റ്റ് എന്താണ്, നമുക്ക് ആദ്യം മുതൽ അവസാനം വരെ നല്ല ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്യാം, ഏറ്റവും ഇമ്പോർട്ടൻ്റ് പോയിന്റ് മാത്രം ഡിസ്കസ് ചെയ്ത് നമുക്ക് പോകാം. അപ്പോൾ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ നിങ്ങളുടെ സുഹൃത്തിലേക്ക് ഒന്ന് എത്തിക്കണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. ഓക്കെ, താങ്ക് യു. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യത്തെ ഈ ഭാഗം അല്ലേ, ടെക്സ്റ്റ് ബുക്കിൽ ആദ്യത്തെ ഭാഗം നമുക്ക് വേണ്ട എങ്കിൽ നമുക്ക് അറിയുന്ന കാര്യമാണ് എന്താണ് ലോഹത്തിൻ്റെ ഇമ്പോർട്ടൻ്റ് എന്ന് പറയല്ലേ. നോക്കി, ലോകത്തെ മാറ്റിമറിച്ച കണ്ടെത്തലുകളിൽ ഏറ്റവും സുപ്രധാനമാണ് ലോഹത്തിൻ്റേത്. ലോഹം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ ഉപയോഗിക്കുന്ന ഏറ്റവും കൂടുതലിരിക്കുന്ന ഇരുമ്പ്, ചെമ്പ്, ഉരുക്ക് അല്ലേ, അങ്ങനെ ഒരു സ്വർണം, വെള്ളി, ഒരുപാട് ആവുന്നുണ്ട്. അപ്പം നമുക്ക് അപ്പോൾ ലോകത്തെ മാറ്റിമറിച്ച കണ്ടെത്തലുകളിൽ ഏറ്റവും സുപ്രധാനം ഏതാണ്? ലോഹത്തിൻ്റെതാണ്. ജസ്റ്റ് കൊടുത്തിട്ടുണ്ട്, പരീക്ഷയ്ക്ക് വരത്തൊന്നുമില്ല, ചുമ്മാ ഇൻട്രൊഡക്ഷനാണ്. നോക്കി, മുട്ടുസൂചി മുതൽ വിമാനം വരെയുള്ള ഉപകരണങ്ങൾ നിർമ്മിക്കാൻ ലോകം അല്ലേ ഇരുമ്പ് ഉപയോഗിക്കുന്നുണ്ട്. അതേപോലെ നോക്കി, ജീവിതത്തിൻ്റെ വിവിധ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന ചെമ്പ്, അലുമിനിയം ഒക്കെ എന്താണ്, നമ്മൾ ലോഹങ്ങളാണ് അല്ലേ. അതേപോലെ നോക്കി, ആഭരണത്തിന് ഉപയോഗിക്കുന്ന സ്വർണം, വെള്ളി, പ്ലാറ്റിനം ഒക്കെ എന്താണ്, ലോഹങ്ങളാണ്. അപ്പം നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കേണ്ടത് ഈ ലോഹങ്ങൾക്ക് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുക, അതിൻ്റെ എന്താണ് അല്ലേ, ആ പ്രവർത്തനം എങ്ങനെയാണ്, അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണെന്ത് ഈ ചാപ്റ്ററിൽ ഉള്ളത്. അപ്പം നോക്കിക്കേ, അപ്പോൾ ഈ ചാപ്റ്ററിലെ ആദ്യത്തെ ഇമ്പോർട്ടൻ്റ് ആയ സ്റ്റേറ്റ്മെൻറ്റ് ഇതിലൊരു ഭാഗമാണ്. നോക്കിയോളൂ. ഭൂവൽക്കത്തിൽ ക്രിയാശീലം കൂടിയ ലോഹങ്ങൾ അവയുടെ സംയുക്ത അവസ്ഥയിലും ക്രിയാശീലം വളരെ കുറഞ്ഞവ, അതായത് പ്ലാറ്റിനം, സ്വർണം മുതലായവ എന്ത് ചെയ്യുന്നു, സ്വതന്ത്രാവസ്ഥയിലും കാണപ്പെടുന്നു. ഈ ഒരു കാര്യം ഒന്ന് ഓർത്തിരിക്കണം. അതേപോലെ നോക്കി, ഇമ്പോർട്ടൻ്റ് ആണ്, ഭൂവൽക്കത്തിൽ കാണപ്പെടുന്ന ലോഹ സംയുക്തങ്ങളെ പൊതുവെ വിളിക്കുന്ന പേരാണെന്ത്, ധാതുക്കൾ. അതേപോലെ നോക്കി, ഒരേ ലോഹം അടങ്ങിയ അനേകം ധാതുക്കൾ ഉണ്ടാകാം. എക്സാമ്പിൾ പറയുകയാണെന്ന് നോക്കി, അലുമിനിയം അല്ലേ, അലുമിനിയത്തിൻ്റെ ചില ധാതുക്കൾ ഏതൊക്കെയാണെന്ന് നോക്കി, ബോക്സൈറ്റ് ഉണ്ട്, ക്രയോലൈറ്റ് ഉണ്ട്, കളിമണ്ണുണ്ട്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്, പക്ഷേ എല്ലാ ധാതുക്കളെയും ലോഹങ്ങളുടെ വ്യാവസായിക നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നില്ല എന്ന കാര്യം എന്ത് ചെയ്യണം, ഒന്ന് ഓർത്തിരിക്കുക. സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ചോദിക്കുവാണ്, എല്ലാ ധാതുക്കളും ലോഹങ്ങളുടെ വ്യാവസായിക നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നു. ട്രൂ ഓർ ഫാൾസ് ചോദിച്ചാൽ നമ്മൾ ട്രൂ ആയി മിക്കവാറും എന്ത് ചെയ്തു ചോദിക്കുള്ളൂ. അപ്പോൾ എന്ത് മനസ്സിലാക്കുക, ഇനി എന്തുകൊണ്ടാണ് അങ്ങനെ എല്ലാ ധാതുക്കളും എന്ത് ചെയ്യുന്നത്, ലോഹ നിർമ്മാണത്തിന് വ്യാപകമായിട്ടല്ലേ വ്യാവസായിക രീതിയിൽ എന്ത് ചെയ്യുന്നത് ഉപയോഗിക്കുന്നില്ല എന്ന് പറയാൻ കാരണം നോക്കി, ലോഹം വേർതിരിച്ചെടുക്കാൻ ഉപയോഗിക്കുന്ന ധാതുക്കൾക്ക് കുറച്ച് പ്രത്യേകത വേണം. എന്തൊക്കെയാണെന്ന് നോക്കി, അവ സുലഭമായിരിക്കണം. 2, എളുപ്പത്തിലും ചെലവ് കുറഞ്ഞ രീതിയിലും ലോഹം വേർതിരിച്ചെടുക്കാവുന്നതാകണം. അതേപോലെ ലോഹത്തിൻ്റെ അംശം എന്തായിരിക്കണം, കൂടുതലായിരിക്കണം. അപ്പം ഇങ്ങനെയുള്ള ധാതുക്കളിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ലോഹങ്ങളൊക്കെ വ്യാവസായികമായിട്ട് എടുക്കുന്നത്. അപ്പോൾ മനസ്സിലായല്ലോ എന്തുകൊണ്ടാണ് എല്ലാ ധാതുക്കളെയും ലോഹങ്ങളുടെ വ്യാവസായിക നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നില്ല എന്ന് പറയാൻ കാരണം. എക്സാമ്പിൾ നമ്മൾ മുകളിൽ പഠിച്ചായിരുന്നു, ഏതാണ്, അലുമിനിയത്തിൻ്റെ കാര്യം പഠിച്ചായിരുന്നു അല്ലേ. അപ്പം ഈ ഒരു ഇത്ര കാര്യം എന്ത് ചെയ്യുക, ഓർത്തിരിക്കുക. അപ്പം നമ്മുടെ ഭൂവൽക്കത്തിൽ എങ്ങനെയാണ് ഇവയൊക്കെ കാണപ്പെടുന്ന രീതി നമ്മൾ പഠിച്ചു. എന്താണ്, സ്വതന്ത്രാവസ്ഥയെ കാണുന്നു അല്ലേ. നോക്കി, ഇതുണ്ടോ, സംയുക്താവസ്ഥയിൽ എന്ന കാര്യം നമ്മൾ പഠിച്ചു. കുറച്ചെന്താണ്, സ്വതന്ത്രാവസ്ഥയിൽ കാണുന്നു എന്ന് പഠിച്ചു. അതേപോലെ എന്താണ്, എല്ലാം പിന്നെ ധാതുക്കളും എന്ത് ചെയ്യുന്നില്ല, നമ്മൾ വ്യാവസായികമായിട്ട് ഉൽപ്പാദനത്തിന് ഉപയോഗിക്കുന്നില്ല എന്ന് പറഞ്ഞു. ഇനി ഇവിടെ കൊടുത്തൊരു ഭാഗം അല്ലേ, എന്താണ് ലോഹം വേർതിരിച്ചെടുക്കാൻ ധാതുക്കളിലെ വ്യാവസായികമായി അവർക്ക് വേണ്ട ഒരു പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു. എന്തൊക്കെയാണ്, സുലഭമായിരിക്കണം, എളുപ്പത്തിലും ചെലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് എടുക്കണം. അതേപോലെ എന്ത് ചെയ്യുന്നു, ലോഹത്തിൻ്റെ അംശം എന്തിരിക്കണം, ആ ധാതുവിൽ കൂടുതലായിരിക്കണം. ഇങ്ങനെ ഉണ്ടെങ്കിലേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, അത് ഇങ്ങനത്തെ വ്യാവസായികമായ നിർമ്മാണത്തിന് ഉപയോഗിക്കൂ എന്ന കാര്യം എന്ത് ചെയ്യണം, ഓർക്കണം. ഓക്കെ, അപ്പം ഇവിടെ കൊടുത്തത് കൊണ്ട് ഒരു സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻ ഇവിടെ ചിലപ്പോൾ ഒന്ന് പ്രതീക്ഷിക്കുക, എന്താണ്, ഭൂവൽക്കത്തിൽ ക്രിയാശീലം കൂടിയ ലോഹങ്ങൾ എന്താണ്, പ്ലാറ്റിനം, സ്വർണം എന്നിവ ക്രിയാശീലം കൂടിയ ലോഹങ്ങളാണ് എന്നൊക്കെ ചോദിക്കും. അപ്പം എന്ത് ചെയ്യുക, ജസ്റ്റ് ടെക്സ്റ്റ് ബുക്കിൽ ഈ ചാപ്റ്റർ എന്ത് ചെയ്യുക, ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ സിലബസിൽ പഠിക്കണമെന്ന് പറഞ്ഞ് കൊടുത്തത് കൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, അത് ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്യണം, പഠിക്കണം. ഓക്കെ, അടുത്ത ഇമ്പോർട്ടൻ്റ് ആയി പറഞ്ഞതാണ് നോക്കി, എന്താണ് അയിര് എന്നാണ് പറയുക. ഒരു ധാതുവിൽ നിന്ന് എളുപ്പത്തിലും വേഗത്തിലും ചെലവ് കുറഞ്ഞ രീതിയിലും ലോഹം വേർതിരിച്ചെടുക്കാൻ കഴിയുന്നുവെങ്കിൽ അതിനെ ആ ലോഹത്തിൻ്റെ അയിരെന്ന് പറയുന്നു. മനസ്സിലായില്ലേ. ഇവിടെ അലുമിനിയത്തിൻ്റെ കാര്യം 2-3 പറഞ്ഞായിരുന്നു അല്ലേ. ഇതുകൊണ്ട് ഇതൊക്കെ എന്താണ്, അതിൻ്റെ ധാതുക്കളാണ്. പക്ഷേ അയിരെന്ന് പറയുന്നതാണ്, ഒരു ധാതുവിൽ നിന്ന് എളുപ്പത്തിലും വേഗത്തിലും ചെലവ് കുറഞ്ഞ രീതിയിലും ലോഹം വേർതിരിച്ചെടുക്കാൻ കഴിയുന്നെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണെന്ത്, ആ ലോഹത്തിൻ്റെ അയിര് എന്ന് പറയുക. അപ്പം ഈ ഒരു കാര്യം എന്ത് ചെയ്യണം, ഓർത്തിരിക്കണം. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ അലുമിനിയത്തിൻ്റെ കാര്യം ഇവിടെ പറഞ്ഞതുകൊണ്ട് നോക്കിക്കേ, അലുമിനിയത്തിൻ്റെ ധാതുക്കളിൽ ഈ പ്രത്യേകതകളുള്ളത് ഏതാണ്, ബോക്സൈറ്റിനാണ്. ബോക്സൈറ്റാണ് അലുമിനിയത്തിൻ്റെ അയിര്. മനസ്സിലായില്ലേ.
അപ്പോൾ അലുമിനിയത്തിൻ്റെ ക്രയോലൈറ്റ് ഉണ്ട്, കളിമണ്ണ്, ഇതൊക്കെ എന്താണ് ധാതുവാന്ന് നമ്മൾ പഠിച്ചു. പക്ഷേ എന്താണ് അലുമിനിയത്തിൻ്റെ അയിര് എന്ന് നമ്മൾ പറയുന്നത് ഏതിനെയാണ്? ബോക്സൈറ്റ് ആണ്. എന്താ കാരണം? ഒരു ധാതുവിൽ നിന്ന് എളുപ്പത്തിലും വേഗത്തിലും ചെലവ് കുറഞ്ഞ രീതിയിലും ലോഹം വേർതിരിച്ചെടുക്കാൻ കഴിയുന്നുവെങ്കിൽ അതിനെ നമ്മൾ എന്ത് വിളിക്കുള്ളൂ? അയിരെന്ന് വിളിക്കുള്ളൂ. ആ രീതിയിൽ നോക്കുമ്പോൾ എന്താണ് അലുമിനിയത്തിൻ്റെ അയിര് ഏതാണ്? അലുമിനിയത്തിൻ്റെ അയിരെന്ന് പറഞ്ഞ ഏതാണ്? ഇതാണോ? ബോക്സൈറ്റ് ആണ്. ഒരുപാട് തവണ PSC ചോദിച്ചിട്ടുണ്ട്. അലുമിനിയത്തിൻ്റെ അയിര് ഏതാണ്? ബോക്സൈറ്റ് ആണ്. ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഇത്രയും നേരം പറഞ്ഞ കാര്യം കുറച്ച് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഒന്നുകൂടി ഒന്ന് വായിച്ചു നോക്കി ഡീറ്റെയിൽ ആയി മനസ്സിലാകും. അടുത്ത് നോക്കൂ, ലോഹം ഇവിടെ കുറച്ച് ഇമ്പോർട്ടൻ്റ്, ഇതും PSCക്ക് ചോദിച്ചിട്ടുള്ളതാണ്. ഇതാണ് എന്താണെന്ന് വെച്ചാൽ കുറച്ച് ലോഹം കൊടുത്തിട്ടുണ്ട്, അവയുടെ അയിരുകളും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ അലുമിനിയം നമ്മൾ ഓൾറെഡി പഠിച്ചു. ഏതാണ് അലുമിനിയത്തിൻ്റെ അയിര്? ഏതാണ്? ബോക്സൈറ്റ് ആണ് അല്ലേ. നമ്മുടെ അയേണിൻ്റെ അയിര് ഏതാണ്? അയേണിൻ്റെ അയിര് ഏതാണ്? ഹെമറ്റൈറ്റും മാഗ്നറ്റൈറ്റും ആണ് അയേണിൻ്റെ അയിര്. ഓക്കെ. കോപ്പറിൻ്റെ ചെമ്പിൻ്റെയോ? കോപ്പർ പൈറൈറ്റൈസും കുപ്രൈറ്റ് എന്ന് പറയും. ഇതാണെന്ത്? കോപ്പറിൻ്റെ അയിര്. സിങ്കിൻ്റെ ഏതാണ്? സിങ്ക് ബ്ലെൻഡ്, കലാമിൻ, ഇതൊക്കെ എന്താണ്? ഇതിൻ്റെ അയിരാണ്? സിങ്കിൻ്റെ അയിരാണ്. ഈ ഒരു കാര്യം ഓർത്തിരിക്കുക. അപ്പം ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തത് കൊണ്ട് ഇതെന്ത് ചെയ്യണം? മിനിമം ഇത്രയെങ്കിലും എന്ത് ചെയ്യണം? നമ്മൾ ഡീറ്റെയിൽ ആയിട്ടെല്ലാം മറക്കാതെ പഠിക്കണം. അലുമിനിയത്തിൻ്റെ അയിരുകൾ ബോക്സൈറ്റ് അല്ലേ, അതേപോലെ അയണിൻ്റെ ഏതാണ്? ഹെമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ്. കോപ്പറിൻ്റെ ഏതാണ്? കോപ്പർ പൈറൈറ്റൈസ് അല്ലേ, പൈറൈറ്റൈസ് ഉണ്ട്. അങ്ങനെ കാര്യങ്ങൾ എന്ത് ചെയ്യുക? ഈ ഒരു ടേബിൾ എന്ത് ചെയ്യണം? കാണാതെ പഠിക്കണം. ഓക്കെ. താഴെ 2-3 ചോദ്യം കൊടുത്തിട്ടുണ്ട്. എന്താണ്? കലാമിൻ ഏത് ലോഹത്തിൻ്റെ അയിരാണ്? ഒന്നുമില്ല, നമ്മളത് മുകളിൽ പഠിച്ചു. ഈ പഠിച്ച കാര്യം തന്നെയാണ്. കലാമിൻ ഏതിൻ്റെയാണ്? കലാമിൻ സിങ്കിൻ്റെ അയിരാണ് അല്ലേ, സിങ്കിൻ്റെ ആണ്. അപ്പം നമ്മൾ അത് ഈ ടേബിളുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങളാണ്. ഇനി അതിൽ നിൽക്കേണ്ട കാര്യമില്ല. ഇനി നമുക്ക് അടുത്ത് നോക്കേണ്ടത് നോക്കി, ഒരു അയിരിൽ നിന്ന് ശുദ്ധലോഹം വേർതിരിക്കുന്നത് വരെയുള്ള മുഴുവൻ പ്രവൃത്തികളും ചേർന്നതാണ് ലോഹ നിഷ്കർഷണം അല്ലെങ്കിൽ മെറ്റലർജി എന്ന് പറയും. മനസ്സിലായില്ലേ? അപ്പം എന്താണ്? ഒരു അയിരിൽ നിന്ന് ലോഹം ശുദ്ധലോഹം വേർതിരിക്കുന്നത് വരെയുള്ള മുഴുവൻ പ്രക്രിയകളും ചേർന്നാണ് ലോഹ നിഷ്കർഷണം എന്ന് പറയും. ഈ ഒരു കാര്യം ചെയ്യണം, ഒന്ന് ഓർത്തിരിക്കണം. അപ്പോൾ എന്താണ് ലോഹ നിഷ്കർഷണം എന്ന് പറഞ്ഞ് പഠിച്ചല്ലോ? എന്താണ്? ഒരു അയിര് കിട്ടി, ആ അയിരിൽ നിന്ന് ശുദ്ധലോഹം അല്ലെ, അതിൻ്റെ വേർതിരിച്ചെടുക്കുന്നവർ എല്ലാ പ്രോസസ്സും കൂടി ചേർത്ത് പറഞ്ഞ പേരാണെന്ത്? ലോഹ നിഷ്കർഷണം എന്ന് പറയും അല്ലെ, അല്ലെങ്കിൽ മെറ്റലർജി എന്ന് പറയും. ഓക്കെ. ഇതിന് പ്രധാനപ്പെട്ട നമ്മൾ എന്ത് ചെയ്യാം? ഒരു 3 സ്റ്റേജുകളാണ് ഉള്ളത്. ഒന്ന് അയിരുകളുടെ സാന്ദ്രണമുണ്ട്, രണ്ടാമത്തത് സാന്ദ്രീകരിച്ച അയിരിൽ നിന്നും ലോഹത്തെ വേർതിരിക്കുന്നുണ്ട്, മൂന്നാമത്തെ ലോഹ ശുദ്ധീകരണം. ഇങ്ങനെ 3 സ്റ്റേജുകളാണ് ഉള്ളത്. മനസ്സിലായല്ലോ? അപ്പം പരീക്ഷയ്ക്ക് ചിലപ്പോൾ സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ ചോദിക്കാം, ലോഹ നിഷ്കരണത്തിന് എത്ര സ്റ്റേജുകളുണ്ട്, അല്ലെങ്കിൽ 3 ഉണ്ടെന്നൊക്കെ പറയും. ഏതൊക്കെയത്? അയിരുകളുടെ സാന്ദ്രണമുണ്ട്, സാന്ദ്രീകരിച്ച അയിരിൽ നിന്നും ലോഹത്തെ വേർതിരിക്കലുണ്ട്, ലോഹ ശുദ്ധീകരണം. ഇങ്ങനെ 3 സ്റ്റേജുകളാണ് ഉള്ളതെന്ന് ഓർത്തിരിക്കുക. ഓക്കെ. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് നോക്കേണ്ടതാണ് അയിരുകളുടെ സാന്ദ്രണം എന്നൊരു ഭാഗം നോക്കാം. നോക്കിയേ. അപ്പം നോക്കിയോളൂ, ഭൂവൽക്കത്തിൽ നിന്ന് ലഭിക്കുന്ന അയിരിൽ അടങ്ങിയ അപദ്രവ്യങ്ങളെ ഗാങ് നീക്കം ചെയ്യുന്ന പ്രക്രിയയാണ് അയിരിൻ്റെ സാന്ദ്രണം എന്ന് പറയുക. നമുക്ക് ആവശ്യമുള്ള ലോഹത്തിൻ്റെ കണ്ടന്റ് അല്ലാതെ ബാക്കി സാധനങ്ങൾ എന്ത് ചെയ്യുക? നീക്കം ചെയ്യുന്ന ആ പ്രോസസ്സിന് പറഞ്ഞ പേരാണെന്ത്? അയിരുകളുടെ സാന്ദ്രണം എന്ന് പറയുക. നോക്കിയേ, അത് എല്ലാ ലോഹങ്ങളും ഒരേപോലെയാണോ ചെയ്യുന്നത്? അല്ല, അയിരുകൾ ഒരേപോലെയാണോ? അല്ലല്ലേ. അയിരിൻ്റെ അവദ്രവ്യങ്ങളുടെയും സ്വഭാവം അനുസരിച്ച് അവ സാന്ദ്രണ രീതികളുണ്ട്. അപ്പോൾ പല രീതിയിലാണ് എന്ത് ചെയ്യുന്നത്? അതിപ്പോൾ അയിരിൻ്റെ സ്വഭാവം അല്ലെങ്കിൽ അപദ്രവ്യങ്ങളുടെ ഗ്യാങ് അല്ലേ, അതിന് ഗ്യാങ് എന്ന് പറയാം, അതിൻ്റെ സ്വഭാവമൊക്കെ വെച്ച് നമ്മൾ പല രീതിയിൽ എന്ത് ചെയ്യും? ഇത് വേർതിരിച്ചെടുക്കുന്ന രീതിയുണ്ട്. അപ്പോൾ അതിലൊന്നാമത്തെ എന്താണ്? ജലപ്രവാഹത്തിൽ കഴുകിയെടുക്കലാണ് ഒന്നാമത്തെ രീതി. അപ്പം ജലപ്രവാഹത്തിൽ കഴുകിയെടുക്കുക എന്നാണ് ഒന്നാമത്തെ രീതി. ഇത് ഏതാണ്? സാന്ദ്രണവുമായി ബന്ധപ്പെട്ടതാണ്. ജലപ്രവാഹത്തിൽ കഴുകിയെടുക്കുക. എപ്പോഴാണ് നമ്മൾ ഈ ജലപ്രവാഹത്തിൽ കഴുകിയെടുക്കുന്ന മാർഗം യൂസ് ചെയ്യാൻ നോക്കി? അവദ്രവ്യം സാന്ദ്രത കുറഞ്ഞതും അയിര് സാന്ദ്രത കൂടിയതുമാകുമ്പോൾ ഭാരം കുറഞ്ഞ അവദ്രവ്യങ്ങളെ ജലപ്രവാഹത്തിൽ കഴുകി മാറ്റുന്നു. അപ്പം മനസ്സിലായല്ലോ? അപ്പോൾ ഇവിടെ കണ്ടീഷൻ എന്താണ്? അപദ്രവ്യം അല്ലേ സാന്ദ്രത കുറഞ്ഞതായിരിക്കണം അല്ലേ, അയിരെന്തായിരിക്കണം? സാന്ദ്രത കൂടിയതായിരിക്കണം. അപ്പോൾ ഭാരം കുറഞ്ഞ ഭാഗം മേലെ വരും, അതെന്ത് ചെയ്യും? കഴുകി കളയാൻ പറ്റും. മനസ്സിലായല്ലോ? എക്സാമ്പിൾ നോക്കി, ഓക്സൈഡ് അയിരുകളുടെ സാന്ദ്രണം, സ്വർണത്തിൻ്റെ അയിരുകളുടെ സാന്ദ്രണം, ഇതൊക്കെ അതിൻ്റെ എക്സാമ്പിളാണ്. ഈ ഒരു കാര്യം എന്ത് ചെയ്യുക? ഒന്ന് ഓർത്തിരിക്കുക. ഓക്കെ. അപ്പം നമ്മളിപ്പോൾ പഠിക്കുന്നത് അയിരുകളുടെ സാന്ദ്രണമാണ്. അതായത് നമ്മൾ പറഞ്ഞു ലോഹ നിഷ്കർഷണം എന്ന് പറഞ്ഞാൽ ലോഹം അല്ലെ അയിരിൽ നിന്ന് ശുദ്ധലോഹം വേർതിരിച്ച് കിട്ടുന്നവരെ പ്രോസസ്സിന് പറഞ്ഞ പേരാണിത് ലോഹ നിഷ്കരണം എന്ന് പറഞ്ഞു. അതിന് 3 സ്റ്റേജ് ഉണ്ടെന്ന് പറഞ്ഞു. ഏതൊക്കെയാണ്? 1 അയിരുകളുടെ സാന്ദ്രണം പറഞ്ഞു, 2 സാന്ദ്രീകരിച്ച അയിരിൽ നിന്നും ലോഹത്തെ വേർതിരിക്കലാന്ന് പറഞ്ഞു, മൂന്നാമത്തേത് ലോഹ ശുദ്ധീകരണം എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ അതിൽ ഒന്നാമത്തെയാണ് നമ്മൾ പഠിക്കുന്നത് അയിരുകളുടെ
സാന്ദ്രണം എന്ന് പറഞ്ഞു. അപ്പം അത് ലോഹങ്ങളുടെ ഈ അയിരിൻ്റെ സ്വഭാവം അല്ലെങ്കിൽ എന്താണ് അതിലുള്ള ഗ്യാങ് അല്ലെങ്കിൽ എന്താ അപദ്രവ്യങ്ങളുടെ സ്വഭാവം അനുസരിച്ച് പല രീതിയിലാണ് എന്ത് ചെയ്യുന്നത് സാന്ദ്രണം ചെയ്തെടുക്കുന്നതെന്ന് പറഞ്ഞു. അതിൽ ഒന്നാമത്തേതാണെന്ത് ജലപ്രവാഹത്തിൽ കഴുകിയെടുക്കുക എന്ന് പറഞ്ഞു. അതുമായി ബന്ധപ്പെട്ട കാര്യം നമ്മൾ പറഞ്ഞു. കണ്ടീഷൻ ഏതാണ്? ഇതാണ് കണ്ടീഷൻ. എന്താണ്? സാന്ദ്രത കൂടിയത് സാന്ദ്രത കുറഞ്ഞതായിരിക്കണം. ഈ രണ്ടും എന്ന് പഠിച്ചു ഈ ഭാഗം അല്ലേ. ഈ ആദ്യത്തെ സെൻറ്റൻസ് ആണത്. ഓക്കെ ആയിരുന്നല്ലോ. രണ്ടാമത്തെ സാന്ദ്രണവുമായി ബന്ധപ്പെട്ട രണ്ടാമത്തെ പ്രക്രിയ പ്ലവന പ്രക്രിയ എന്ന് പറയും. പ്ലവന പ്രക്രിയ. അപ്പം എപ്പോഴാണ് പ്ലവന പ്രക്രിയ ഉപയോഗിക്കുന്നത്? നോക്കിയേ, അപദ്രവ്യം സാന്ദ്രത കൂടിയതും അയിര് സാന്ദ്രത കുറഞ്ഞതുമാകുമ്പോഴാണ് ഈ പ്രക്രിയ ഉപയോഗിക്കുന്നത്. അപ്പം നേരത്തെ പറഞ്ഞതിന് നേരെ ഓപ്പോസിറ്റ്. ഇവിടെ ഏതാണ്? അപദ്രവ്യം സാന്ദ്രത കൂടിയതായിരിക്കണം. പിന്നെ രണ്ടാമത്തേതാണ് നമ്മുടെ അയിരെന്തായിരിക്കണം? സാന്ദ്രത കുറഞ്ഞതായിരിക്കണം. ഈ സമയത്താണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? പ്ലവന പ്രക്രിയ യൂസ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ പ്രധാനമായും സൾഫൈഡ് അയിരുകളാണ് ഈ പ്രവർത്തനത്തിലൂടെ എന്ത് ചെയ്യുന്നത്? വേർതിരിച്ചെടുക്കുന്നത്. ഏതാണ്? സൾഫൈഡ് അയിരുകളാണ് ഈ മാർഗം ഉപയോഗിച്ച് സാന്ദ്രണം ചെയ്യുന്ന കാര്യം എന്ത് ചെയ്യണം? ഓർത്തിരിക്കണം. അപ്പോൾ സ്റ്റേറ്റ്മെൻ്റൊക്കെ ചോദിക്കാം. എന്താണ്? സൾഫൈഡ് അയിരുകൾ പ്ലവന പ്രക്രിയ വഴിയാണ് ചെയ്തെടുക്കുന്നത്. സാന്ദ്രണം ചെയ്തെടുക്കുന്നത് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? മനസ്സിലാക്കിയെടുക്കണം. അത് ശരിയാണ് എന്ന്. അപ്പം ഈ ഒരു കാര്യം ഓർത്തിരിക്കുക. രണ്ടാമത് മനസ്സിലായല്ലോ. ഒന്നാമത്തേതാണ് ജലപ്രവാഹത്തിൽ കഴുകിയെടുക്കൽ. അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണെന്ത്? പ്ലവന പ്രക്രിയ അല്ലേ. ഓക്കെ. മൂന്നാമത്തെ നോക്കി, കാന്തിക വിഭജനം എന്നൊരു പ്രക്രിയയുണ്ട്. കാന്തിക വിഭജനം. ഇതാണ് മൂന്നാമത്തത്. സാന്ദ്രണവുമായി ബന്ധപ്പെട്ട മൂന്നാമത്തേതാണ് കാന്തിക വിഭജനം. എന്താ സംഭവം? അയിരിനോ അപദ്രവ്യത്തിനോ ഏതെങ്കിലും ഒന്നിന് കാന്തിക സ്വഭാവമുണ്ടെങ്കിൽ സാന്ദ്രണം ചെയ്യാൻ ഈ മാർഗം ഉപയോഗിക്കാം. മനസ്സിലായില്ലേ? എക്സാമ്പിൾ നോക്കിക്കേ. മാഗ്നറ്റൈറ്റ് എന്ന ഇരുമ്പിൻ്റെ അയിരിനെ സാന്ദ്രണം ചെയ്യുന്നതിനും കാന്തികമല്ലാത്ത ടിന്നിൻ്റെ അയിരായ ടിൻ സ്റ്റോണിൽ നിന്ന് കാന്തിക അവദ്രവ്യമായ അയൺ ടങ്സ്റ്റണിനെ നീക്കം ചെയ്യുന്നതിനും ഈ പ്രക്രിയ ഉപയോഗിക്കുന്നു. മനസ്സിലായില്ലേ? അപ്പോൾ ഈ ഒരു പാരഗ്രാഫിൽ കൊടുത്തേക്കെന്താണ്? കാന്തിക വിഭജനം എന്താണെന്ന് പറഞ്ഞു. അതിൻ്റെ കണ്ടീഷൻ പറഞ്ഞു. ഒന്നിന് ഏതെങ്കിലും എന്ത് വേണം? കാന്തിക സ്വഭാവം വേണമെന്ന് പറഞ്ഞു അല്ലേ. കാന്തത്തോട് ഒട്ടിപ്പിടിക്കുന്ന സ്വഭാവം വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ താഴെ ഭാഗത്ത് എന്താണ്? ഈ താഴെ ഭാഗത്തായിട്ട് രണ്ട് എക്സാമ്പിളും കൊടുത്തിട്ടുണ്ടല്ലേ. ഏതാ? ഈ താഴെയായിട്ട് രണ്ട് എക്സാമ്പിൾ കൊടുത്തു. ആദ്യത്തെ കണ്ടീഷൻ ഏതാണ്? മാഗ്നറ്റൈറ്റ് എന്ന ഇരുമ്പിൻ്റെ അയിരിനെ സാന്ദ്രണം ചെയ്യുന്നതിന് അല്ലേ. അപ്പം അവിടെ മാഗ്നറ്റൈറ്റിനെയാണ് ഇത് ചെയ്യുന്നത്, കാന്തം ആകർഷിച്ചെടുക്കുക. ഇനി ഇപ്പുറത്തെ രണ്ടാമത്തെ എക്സാമ്പിൾ നോക്കിക്കേ. ടിൻ സ്റ്റോണിൽ നിന്നും കാന്തിക അവദ്രവ്യമായ അയൺ ടങ്സ്റ്റണിനെ നീക്കം ചെയ്യുന്നതിനും ഇവിടെ ഏതാണ്? ഗ്യാങ്ങിനെയാണ് എന്ത് ചെയ്യുന്നത്? നീക്കിയെടുക്കുന്നത്. അപ്പം ഈ ഒരു കാര്യവും എന്ത് ചെയ്യുക? ഒന്ന് ഓർത്തിരിക്കുക. അപ്പം മൂന്നെണ്ണം ഏതൊക്കെയാണ് മനസ്സിലായത്? ഒന്ന് ജലപ്രവാഹത്തിൽ കഴുകൽ, രണ്ടാമത്തെ പ്ലവന പ്രക്രിയ, മൂന്നാമത്തേതാണ് കാന്തിക വിഭജനം. മൂന്നെണ്ണം ഒക്കെ ആണല്ലോ. അടുത്ത് നോക്കിയാൽ നാലാമത്തെ ഓർമ്മയുണ്ട്, ലീച്ചിങ് എന്ന് പറയും. ലീച്ചിങ്. ഓക്കെ. അപ്പോൾ ഈ പേര് 4 ഓർത്തിരിക്കണം. എന്താണ്? സാധാരണത്തിൽ ഉപയോഗിക്കുന്ന മാർഗ്ഗങ്ങൾ ഇതെല്ലാമാണ് എന്ന രീതിയിലൊക്കെ സ്റ്റേറ്റ്മെൻറ്റ് ചോദിച്ചാൽ നമ്മൾ എഴുതണം. അപ്പോൾ ലീച്ചിങ് എന്താണെന്ന് നോക്കിയേ. അനുയോജ്യമായ ലായനിയിൽ അയിര് ചേർക്കുമ്പോൾ അത് രാസപ്രവർത്തനത്തിൽ ഏർപ്പെട്ട് ലയിക്കുന്നു. ലയിക്കാത്ത അവദ്രവ്യങ്ങളെ അരിച്ചു മാറ്റുന്നു. അരിച്ചു കിട്ടിയ ലായനിയിൽ നിന്ന് രാസപ്രക്രിയയിലൂടെ ശുദ്ധമായ അയിര് വേർതിരിക്കുന്നു. ഇതിന് പറഞ്ഞ പേരാണെന്ത്? ലീച്ചിങ് എന്ന് പറയുന്നു. മനസ്സിലായില്ലേ? അപ്പോൾ ലീച്ചിങ് എന്ന് പറഞ്ഞാൽ എന്താ? അനുയോജ്യമായ ലായനിയിൽ അയിര് ചേർക്കുമ്പോൾ അത് രാസപ്രവർത്തനത്തിൽ ഏർപ്പെട്ട് എന്ത് ചെയ്യും? ലയിക്കും അല്ലേ. ലയിക്കാതെ കിടക്കുന്ന ഭാഗം എന്താണ്? നമുക്ക് വേണ്ടാത്തതാണ്. അതിനെ എന്ത് ചെയ്യും? അരിച്ചു മാറ്റും. അങ്ങനെ അരിച്ചു കിട്ടിയ ലായനിയിൽ നിന്ന് രാസപ്രക്രിയയിലൂടെ ശുദ്ധമായ അയിര് വേർതിരിക്കുന്നു. ഇതിന് പറഞ്ഞ പേരാണെന്ത്? ലീച്ചിങ് എന്ന് പറയുക അല്ലേ. ഇതിൻ്റെ എക്സാമ്പിൾ നോക്കിക്കേ. ഏതാ എക്സാമ്പിൾ? ഇതിൻ്റെ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ അലുമിനിയത്തിൻ്റെ അയിരായ ബോക്സൈറ്റ് ഈ രീതിയിലാണ് സാന്ദ്രണം ചെയ്യുന്നത്. അപ്പം അലുമിനിയത്തിൻ്റെ അയിരായ ബോക്സൈറ്റ് ലീച്ചിങ് വഴിയാണ് എന്ത് ചെയ്യുന്നത്? സാന്ദ്രണം ചെയ്യുന്ന കാര്യം എന്ത് ചെയ്യുക? ഒന്ന് ഓർത്തിരിക്കുക. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇനി നോക്കിക്കോ, ഇമ്പോർട്ടൻ്റ് ആയ കുറച്ച് കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. നോക്കിയേ, നമ്മൾ പറഞ്ഞായിരുന്നു ആദ്യം പ്രധാനപ്പെട്ട അല്ലേ, ലോഹ നിഷ്കർഷണത്തിന് 3 ഭാഗമുണ്ടെന്ന് പറഞ്ഞു അല്ലേ. ലോഹ നിഷ്കർഷണത്തിന് 3 ഭാഗമുണ്ട്. ഏതൊക്കെയാണ് പറഞ്ഞത്? അയിരുകളുടെ സാന്ദ്രണമുണ്ട്. രണ്ടാമത്തേതാണ് സാന്ദ്രീകരിച്ച അയിരിൽ നിന്നും ലോഹത്തെ വേർതിരിക്കൽ. അതാണ് രണ്ടാമത് ഇവിടെ കാണുന്നത്. സാന്ദ്രീകരിച്ച അയിരിൽ നിന്നും ലോഹത്തെ വേർതിരിക്കൽ എന്ന ഭാഗം അല്ലേ. അപ്പോൾ ഇതിന് സാധാരണയായിട്ട് 2 ഘട്ടങ്ങളുണ്ട്. ഏതൊക്കെയാണ്? ഒന്ന്, സാന്ദ്രീകരിച്ച അയിരിനെ ഓക്സൈഡ് ആക്കും. അതേപോലെ എന്ത് ചെയ്തു? ഓക്സൈഡ് ആക്കുക അയിരിൻ്റെ നിരോക്സീകരണമാക്കും. ഈ 2 കാര്യമാണ് എന്ത് എവിടെ നടക്കുന്നത്? സാന്ദ്രീകരിച്ച അയിരിൽ നിന്ന് ലോഹത്തെ വേർതിരിക്കൽ എന്ന ഭാഗത്ത് നടക്കുന്നത്. അപ്പോൾ നമുക്കതിൽ പഠിക്കേണ്ട ആദ്യത്തെ കാര്യമാണെന്ത്? സാന്ദ്രീകരിച്ച അയിരിനെ ഓക്സൈഡ് ആക്കൽ. സാന്ദ്രീകരണം എന്താ? നമ്മൾ തൊട്ടുമുകളിൽ പഠിച്ചായിരുന്നു അല്ലേ. അപ്പോൾ സാന്ദ്രീകരിച്ച അയിരിനെ ഓക്സൈഡ് ആക്കൽ എന്ന ഭാഗത്തിൽ എന്താണ് പഠിക്കുക? നമുക്ക് നോക്കിയേക്കാം. അപ്പോൾ നോക്കി എന്താ ചെയ്യുന്ന നോക്കി. അവിടെ 2-3 PSC ചോദിച്ചതാണ്. കാൽസിനേഷൻ, റോസ്റ്റിംഗ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കൂ. എന്താ കാൽസിനേഷൻ നോക്കി. വായുവിൻ്റെ അസാന്നിധ്യത്തിൽ അയിരിനെ അതിൻ്റെ
ദ്രവണാങ്കത്തേക്കാൾ കുറഞ്ഞ താപനിലയിൽ ചൂടാക്കുന്ന പ്രക്രിയയാണ് കാൽസിനേഷൻ എന്ന കാര്യം ഓർത്തിരിക്കുക. എന്താണ് കാൽസിനേഷൻ എന്ന് പറയുക? വായുവിൻ്റെ അസാന്നിധ്യത്തിൽ അയിരിനെ അതിൻ്റെ ദ്രവണാങ്കത്തേക്കാൾ കുറഞ്ഞ താപനിലയിൽ ചൂടാക്കുന്ന പ്രക്രിയയാണ് കാൽസിനേഷൻ. മനസ്സിലായില്ലേ? ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത് നോക്കി. ലോഹ കാർബണേറ്റുകളും ഹൈഡ്രോക്സൈഡുകളും വിഘടിച്ച് ഓക്സൈഡായി മാറുന്നു. ഈ ഒരു കാര്യം ഓർത്തിരിക്കുക. അടുത്ത് നോക്കൂ, റോസ്റ്റിംഗ് ആണ് രണ്ടാമത്തത്. ഏതാണ്? വായുവിൻ്റെ സാന്നിധ്യത്തിൽ അയിരിനെ അതിൻ്റെ ദ്രവണാങ്കത്തേക്കാൾ കുറഞ്ഞ താപനിലയിൽ ചൂടാക്കുന്ന പ്രക്രിയയാണ് റോസ്റ്റിംഗ്, അല്ലേ? അപ്പോൾ ഇവിടെ രണ്ട് കാര്യം എന്താണ്? രണ്ടും സെയിം പ്രോസസ്സാണ്. പക്ഷേ എന്ത് ചെയ്യുക? പ്രത്യേകത എന്താ? ഒന്ന് വായുവിൻ്റെ അസാന്നിധ്യത്തിലാണ്, രണ്ട് ഏതാണ്? വായുവിൻ്റെ സാന്നിധ്യത്തിലാണ്, അല്ലേ? അപ്പോൾ ഈ ഒരു കാര്യം എന്ത് ചെയ്യണം? ഒന്ന് ഓർത്തിരുന്നോളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ പഠിച്ചത് സാന്ദ്രീകരിച്ച അയിരിൽ നിന്ന് ലോഹത്തെ വേർതിരിക്കൽ എന്ന ഈ ഭാഗത്തിന് രണ്ടെണ്ണം ഉണ്ടെന്ന് പറഞ്ഞു. ഒന്നെന്താണ്? സാന്ദ്രീകരിച്ച അയിരിനെ ഓക്സൈഡാക്കൽ എന്ന് പറഞ്ഞു. ഓക്സൈഡാക്കുന്ന പ്രോസസ്സ് എന്താണ്? രണ്ടെണ്ണം നമ്മളിപ്പോൾ ഇവിടെ പഠിച്ചു. ഒന്നും രണ്ടെണ്ണം പഠിച്ചു, അല്ലേ? ഇനി നമ്മൾ ഇവിടുത്തെ രണ്ടാമത്തേതാണ് ഓക്സൈഡാക്കിയ അയിരിൻ്റെ നിരോക്സീകരണം എന്നൊരു ഭാഗമുണ്ട്. ഓക്സൈഡാക്കിയ അയിരിൻ്റെ നിരോക്സീകരണം, അതാണ് ഇത്. എന്താ നോക്കി, ഓക്സൈഡാക്കിയ അയിരിൽ നിന്ന് ലോഹം വേർതിരിക്കുന്ന പ്രവർത്തനം എന്താണ്? നിരോക്സീകരണമാണ്. അനുയോജ്യമായ നിരോക്സീകാരികൾ അതിനായി ഉപയോഗിക്കാം എന്ന കാര്യം എന്ത് ചെയ്യുക? ഒന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ഇവിടെ ഈ ആദ്യത്തെ സെൻറ്റൻസ് ഒന്ന് നോക്കിയേക്കുക. എന്താണ്? ഓക്സൈഡാക്കിയ അയിരിൽ നിന്നും ലോഹം നിർമ്മിക്കുന്ന പ്രവർത്തനം അറിയപ്പെടുന്ന പേരാണത്. ഓക്സൈഡാക്കിയ അയിരിൽ നിന്ന് ലോഹം നിർമ്മിക്കുന്ന പ്രവർത്തനം അറിയപ്പെടുന്ന പേര് നിരോക്സീകരണമാണ്, അല്ലേ? അപ്പോൾ നോക്കിയേ, അപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്ത ഈ എക്സാമ്പിൾ കൂടെ നോക്കിക്കോളൂ. ലോഹങ്ങളുടെ ക്രിയാശീലത്തിൻ്റെ അടിസ്ഥാനത്തിൽ ലോഹ നിർമ്മാണ വേളയിൽ വൈദ്യുതി, കാർബൺ മോണോക്സൈഡ് എന്നിവ നിരോക്സികരായിട്ട് ഉപയോഗിക്കുന്നു. അപ്പോൾ ഈ ഒരു കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ ഏതൊക്കെയാണ്? വൈദ്യുതി ഉപയോഗിക്കും, കാർബൺ മോണോക്സൈഡ് എന്നിവ എന്ത് ചെയ്യുന്നു? നിരോക്സികാരിയായിട്ട് ഉപയോഗിക്കുന്നു. അതേപോലെ നോക്കി, ഇവിടെ ഒരു ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ക്രിയാശീലം കൂടിയ സോഡിയം, പൊട്ടാസ്യം, കാൽസ്യം പോലുള്ള ലോഹങ്ങളെ അവയുടെ അയിരിൽ നിന്ന് വേർതിരിക്കാൻ നിരോക്സികാരിയായി വൈദ്യുതി ഉപയോഗിക്കുന്നു എന്ന കാര്യം ഒന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ക്രിയാശീലത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ത് ചെയ്യുന്നത്? ഏത് വേണമെന്ന് ഉപയോഗിക്കുക. അപ്പോൾ ക്രിയാശീലം കൂടിയ സോഡിയം, പൊട്ടാസ്യം, കാൽസ്യം പോലുള്ള ലോഹങ്ങൾ നമ്മൾ ഏതാ ഉപയോഗിക്കുന്നത്? അയിരിൽ നിന്ന് വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന ഏതാണ്? നിരോക്സികാരി ഉപയോഗിക്കുന്ന ഏതാണ്? വൈദ്യുതിയാണെന്ന കാര്യം എന്ത് ചെയ്യണം? ഓർത്തിരിക്കണം. ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ക്രിയാശീലം എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുക? എന്താ സംഭവം? ക്രിയാശീലം എന്ന് പറഞ്ഞതാണ് രാസപ്രവർത്തന ശേഷിയാണെന്ത്? രാസപ്രവർത്തന ശേഷി കൂടിയത് കുറഞ്ഞത് മാത്രമേ ഉള്ളൂ ക്രിയാശീലം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ ആണല്ലോ. അടുത്ത നമ്മൾ മൂന്നാമത്തെ സ്റ്റേജ്, അല്ലേ? മൂന്നാമത്തെ സ്റ്റേജ് ഏതാണ്? ലോഹ ശുദ്ധീകരണം എന്ന സ്റ്റേജാണ്. നമ്മൾ ഓൾറെഡി നമ്മൾ പറഞ്ഞിരുന്നു. പിന്നെ നമ്മൾ ഒരു ലോഹത്തിൻ്റെ അയിരിൽ നിന്ന് ലോഹം ശുദ്ധീകരിച്ചിട്ട്, അല്ലേ? ഫൈനൽ സ്റ്റേജുകളിലെ മൊത്തത്തിൽ പറഞ്ഞ പേരാണ് നമ്മൾ ലോഹ നിഷ്കർഷണം എന്ന് പറയുക. അതിൻ്റെ 3 സ്റ്റേജ് ഏതാണ്? അയിരുകളുടെ സാന്ദ്രണം പറഞ്ഞു, രണ്ടാമത്തെ സാന്ദ്രീകരിച്ച അയിരിൽ നിന്നും ലോഹത്തെ വേർതിരിക്കലാന്ന് പറഞ്ഞു, മൂന്നാമത്തെ ഏതാണത്? ലോഹ ശുദ്ധീകരണം. ഒന്ന് മനസ്സിലാകാൻ വേണ്ടി വീണ്ടും ഒന്നുകൂടി പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ നോക്കിയേ, അപ്പോൾ എന്താണ് ലോഹ ശുദ്ധീകരണം നോക്കിയേ? അതായത് നിരോക്സീകരണം വഴി ലഭിക്കുന്ന ലോഹങ്ങളിൽ മറ്റു ലോഹങ്ങളും ലോഹ ഓക്സൈഡുകളും ചെറിയ തോതിൽ, അല്ലേ, അല്ലെങ്കിൽ ചില അലോഹങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? അവദ്രവ്യമായിട്ട് ഗ്യാങ്ങായിട്ട് ലഭിക്കാറുണ്ട്. ഇതിനെയൊക്കെ നീക്കം ചെയ്യുന്ന പ്രവർത്തനം എന്താണ് പറയുന്ന പേരാണത്? ലോഹ ശുദ്ധീകരണം എന്ന് പറയും. അപ്പോൾ നമ്മൾ വേർതിരിച്ചെടുത്തു എങ്കിൽ പോലും അതിലെന്താണ്? ചെറിയ രീതിയിൽ എന്താണ്? മറ്റ് ലോഹങ്ങളോ അല്ലെങ്കിൽ ലോഹത്തിൻ്റെ ഓക്സൈഡുകളോ അല്ലെങ്കിൽ എന്താണ് അലോഹങ്ങളോ അവദ്രവ്യമൊക്കെ കാണാറുണ്ട്, അല്ലേ? ഇതിൽ നിന്നും എന്താണ് നമുക്ക് ആവശ്യമായ ലോഹം, അല്ലേ, ഏറ്റവും നമുക്ക് പ്യൂറായിട്ട് കാര്യം വേർതിരിച്ചെടുക്കുന്ന പറഞ്ഞ പേരാണത് ലോഹ ശുദ്ധീകരണം എന്ന് പറയുന്നു. ഇത്ര കാര്യങ്ങളൊക്കെയാണല്ലോ. ഇനി നോക്കിക്കേ, ലോഹ ശുദ്ധീകരണത്തിൽ ഉപയോഗിക്കുന്ന ചില മാർഗ്ഗങ്ങളാണ് നമ്മളിവിടെ കൊടുക്കുന്നത്. ഏതൊക്കെയാണ്? ഒന്ന് ഉരുക്കി വേർതിരിക്കലുണ്ട്, രണ്ട് ഏതാണ്? സ്വേദനമുണ്ട്, 3 വൈദ്യുത വിശ്ലേഷണ ശുദ്ധീകരണമുണ്ട്. ഇങ്ങനെ 2-3 മാർഗ്ഗത്തിലൂടെയാണ് എന്ത് ചെയ്യുന്നത്? നമ്മളിങ്ങനെ ശുദ്ധലോഹം വേർതിരിച്ചെടുക്കുന്നത്. അപ്പം നോക്കി, എന്താണ് ഉരുക്കി വേർതിരിക്കൽ എന്ന കാര്യം നമുക്കൊന്ന് നോക്കാം. അതായത് കുറഞ്ഞ ദ്രവണാങ്കമുള്ള ടിൻ, ലെഡ് എന്നീ ലോഹങ്ങളിൽ അവദ്രവ്യമായി ഉയർന്ന ദ്രവണാങ്കമുള്ള മറ്റ് ലോഹങ്ങൾ, ലോഹ ഓക്സൈഡുകൾ തുടങ്ങി ഉണ്ടായിരിക്കും. ഇത്തരം ലോഹങ്ങൾ ഫർണസിൻ്റെ ചെരിഞ്ഞ പ്രതലത്തിൽ വെച്ച് ചൂടാക്കുമ്പോൾ ശുദ്ധലോഹം അവദ്രവ്യങ്ങളിൽ നിന്ന് വേർതിരിഞ്ഞ് ഒഴുകി താഴേക്ക് വരുന്നു. ഇങ്ങനെ ചെയ്യുന്ന പ്രവർത്തനത്തിൽ പറഞ്ഞ പേരാണത് ഉരുക്കി വേർതിരിക്കൽ എന്ന് പറയും. ഉരുക്കി വേർതിരിക്കൽ, അല്ലേ? അതിൻ്റെ ഒരു ചിത്രം എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്, അല്ലേ? ഏതാണ്? ഇതുണ്ടോ? ടെക്സ്റ്റ് ബുക്കിൽ എന്താണ് ചിത്രം കൊടുത്തിട്ടുണ്ട്. ഇതാണെന്ത്? ഉരുക്കി വേർതിരിക്കലുമായിട്ട് ഉള്ള ആ ചിത്രം.
ശുദ്ധലോഹം എന്ത് ചെയ്യും ഈ ഭാഗത്തേക്ക് ഒഴുകിയും പോരും. ഓക്കെ, രണ്ടാമത്തെ നോക്കിയേ സ്വേദനം. എന്താ സ്വേദനം എന്ന് വെച്ചാൽ നോക്കിയേ, സ്വേദനം എന്ന് വെച്ചാൽ നോക്കി താരതമ്യേന കുറഞ്ഞ തിളനിലയുള്ള ലോഹങ്ങളായ സിങ്ക്, കാഡ്മിയം, മെർക്കുറി എന്നിവ ശുദ്ധീകരണത്തിന് ഈ രീതി ഉപയോഗിക്കുന്നു. ഇനി നോക്കി അവദ്രവ്യമടങ്ങിയ ലോഹം ഒരു റിട്ടോർട്ടിൽ വെച്ച് ചൂടാക്കുമ്പോൾ ശുദ്ധലോകം മാത്രം ബാഷ്പീകരിക്കുന്നു. ഈ ബാഷ്പം ഘനീഭവിച്ച് ശുദ്ധലോകം ലഭിക്കുന്ന പ്രക്രിയയാണ് സ്വേദനം എന്ന് പറയുക. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ലോഹത്തിൻ്റെ ബാഷ്പം ഘനീഭവിച്ച് ശുദ്ധലോകം വേർതിരിക്കുന്ന രീതിക്ക് പറഞ്ഞ പേരാണത് സ്വേദനം എന്ന് പറയും. ഇനി മൂന്നാമത് നോക്കിയേ വൈദ്യുത വിശ്ലേഷണ ശുദ്ധീകരണം. എന്താണ് വൈദ്യുത വിശ്ലേഷണ ശുദ്ധീകരണം? എന്താണെന്ന് നോക്കിയേ അപ്പോൾ മൂന്നാമത്തെ മാർഗം നോക്കിയേ ഒരു ചെറിയ കഷ്ണം ശുദ്ധലോഹം നെഗറ്റീവ് ഇലക്ട്രോഡായും ശുദ്ധീകരിക്കേണ്ട അവദ്രവ്യമടങ്ങിയ ലോഹം പോസിറ്റീവ് ഇലക്ട്രോഡായും ആ ലോഹത്തിൻ്റെ ലവണലായനി ഇലക്ട്രോലൈറ്റായും എടുത്ത് വൈദ്യുത വിശ്ലേഷണത്തിലൂടെ ലോഹം ശുദ്ധീകരിക്കുന്ന പ്രക്രിയയാണെന്ത് വൈദ്യുത വിശ്ലേഷണ ശുദ്ധീകരണം എന്ന് പറയും അല്ലേ. അപ്പോൾ നമുക്കറിയാം, നമുക്ക് ഒരു വൈദ്യുത വിശ്ലേഷണത്തിന് മെയിനായിട്ട് 2-3 കാര്യങ്ങൾ വേണം അല്ലേ. ആനോഡ് വേണം, കാഥോഡ് വേണം, അതേപോലെ എന്ത് ചെയ്യണം ഇലക്ട്രോലൈറ്റ് വേണം അല്ലേ. ഇലക്ട്രോലൈറ്റിൻ്റെ പ്രത്യേകം എന്താ ആ ലോഹത്തിൻ്റെ ലവണ ലായനി തന്നെ ആയിരിക്കണം ഇലക്ട്രോലൈറ്റായിട്ട് എന്ത് ചെയ്യുന്നത് ഉപയോഗിക്കേണ്ടതെന്ന കാര്യം എന്ത് ചെയ്യണം ഒന്ന് മറക്കാതിരിക്കുക. അപ്പോൾ ഇങ്ങനെ ഈ രീതിയിൽ എന്ത് ചെയ്യുക വേർതിരിക്കുന്നതിന് പറഞ്ഞ പേരാണെന്ത് വൈദ്യുത വിശ്ലേഷണ ശുദ്ധീകരണം എന്ന് പറയും. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്, നോക്കിയേ. ഇവിടെ നോക്കിയേ നമ്മൾ പോസിറ്റീവ് ചാർജുള്ളതിന് പറഞ്ഞ പേരാണെന്ത് ആനോഡ് അല്ലേ. നെഗറ്റീവ് ചാർജുള്ള ഏതാണ് അത് കാഥോഡാണ് അല്ലേ. അവിടുത്തെ ലായനി ഏതാണ് ഇലക്ട്രോലൈറ്റ് ഏതാണ് കോപ്പർ സൾഫേറ്റ് ആണ് ഇവിടെ. അപ്പം ഒന്ന് നോക്കാം നമുക്ക്. ഇവിടെ ശുദ്ധീകരിക്കേണ്ട കോപ്പറാണ് ഈ വെച്ചേക്കുന്നത്. ശുദ്ധീകരിക്കേണ്ട കോപ്പറാണ് ഇവിടെ വെച്ചേക്കുന്നത്. ഇപ്പുറം വെച്ചേക്കുന്നതാണ് ശുദ്ധമായ കോപ്പറാണ് ഇപ്പുറം വെച്ചേക്കുന്നത്. അവിടെ ലായനി ഏതാണ് ഇലക്ട്രോലൈറ്റ് വെച്ചേക്കുന്നതാണ് കോപ്പറിൻ്റെ ലവണ ലായനി ഏതാണ് കോപ്പർ സൾഫേറ്റ് ആണ് എന്ത് ചെയ്തത് ഉപയോഗിച്ചേക്കുന്നത് എന്ന കാര്യം എന്ത് ചെയ്യണം ഓർത്തിരിക്കുക. ഓക്കെ, അതേപോലെ നമുക്ക് അടുത്ത് നോക്കേണ്ട 2 പ്രധാനപ്പെട്ട ഭാഗമാണ്. അപ്പോൾ ആദ്യത്തെ ടോപ്പിക്ക് കഴിഞ്ഞു അല്ല, ശുദ്ധീകരണവുമായി ബന്ധപ്പെട്ട ലോഹ നിർമ്മാണം കഴിഞ്ഞു. ഇന്ന് നോക്കിയേ ഇരുമ്പിൻ്റെ വ്യാവസായിക നിർമ്മാണം എന്ന ടോപ്പിക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിൽ 2-3 കാര്യങ്ങൾ നോക്കിയേ. അയണിൻ്റെ ധാതുക്കളാണ് ഹെമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ്, അയൺ, പൈററ്റൈറ്റ് എന്ന കാര്യം ഓർത്തിരിക്കുക. PSC ചോദിച്ച ചോദ്യമാണ്. ഇതും എന്ത് ചെയ്യുക ഓരോ തവണ പല രീതിയിൽ ചോദിച്ചിട്ടുണ്ട്. അയണിൻ്റെ ധാതുക്കൾ ഏതൊക്കെയാണ് ഹെമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ്, അയൺ, പൈററ്റൈറ്റ്സ്. അപ്പോൾ ഈ മൂന്നാമത്തവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം എപ്പോഴും PSC പണ്ട് ചോദിക്കാറുണ്ട് അയൺ പൈററ്റൈറ്റ്സുമായിട്ട്. അതിനൊരു പ്രത്യേകത ഉണ്ട് നോക്കി. വിഡ്ഢികളുടെ സ്വർണം എന്നാണ് നമ്മൾ ഇതിനെ വിളിക്കുന്നത് അയൺ പൈററ്റൈറ്റ്സ് എന്ന് വിളിക്കുന്നത്. അതിൻ്റെ കാരണം എന്താ ഇതിൻ്റെ മങ്ങിയ മഞ്ഞ കളറഞ്ഞ ബ്രാസിൻ്റെ നിറം സ്വർണത്തോട് സാദൃശ്യം കാണിക്കുന്നതിലാണ് ഇതിനെ എന്ത് വിളിക്കുന്നത് വിഡ്ഢികളുടെ സ്വർണം എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ ഇവിടെ ഈ പാരഗ്രാഫ് 2 കാര്യമുള്ളൂ. ഏതെല്ലാമാണ് ഇരുമ്പിൻ്റെ അയിരിധാതുക്കൾ ഏതൊക്കെയാണെന്നുണ്ട്. അതിനുശേഷം എന്താണ് അയൺ പൈററ്റൈറ്റ്സ് എന്താണ് വിഡ്ഢികളുടെ സ്വർണം എന്നറിയപ്പെടുന്നു. അതിൻ്റെ കാരണം എന്താണെന്ന് നമ്മൾ പഠിച്ചു. ഓക്കെ ആണല്ലോ. അതുമായി ബന്ധപ്പെട്ട് നമ്മൾ നേരത്തെ പഠിച്ച ഒരു കാര്യം നോക്കി. ഇരുമ്പ് വ്യാവസായികമായി നിർമ്മിക്കുന്നത് പ്രധാനമായും ഹെമറ്റൈറ്റിൽ നിന്നാണ്. എന്തുകൊണ്ടാണ് നമ്മൾ നേരത്തെ ഇതിൻ്റെ പ്രത്യേകത പറഞ്ഞു അല്ലേ, ധാതുവിൻ്റെ പ്രത്യേകത പറഞ്ഞു. അതിനെ പറഞ്ഞ പേരാണ് അയിര് എന്ന് പറഞ്ഞു അല്ലേ. അപ്പം പിന്നെ സുലഭമായി ലഭിക്കണം അല്ലേ, പെട്ടെന്ന് കണ്ടൻറ്റ് കൂടുതലായിരിക്കണം. അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ എന്താണ് നമ്മൾ ഇരുമ്പ് വ്യാവസായികമായി നിർമ്മിക്കുന്ന ഏതിൽ നിന്നാണ് ഹെമറ്റൈറ്റിൽ നിന്നാണ് എന്ന കാര്യം എന്ത് ചെയ്യണം ഓർത്തിരിക്കണം. ഓക്കെ, നോക്കിക്കേ. ഇതിൽ നിന്നും സാന്ദ്രത കുറഞ്ഞ അവദ്രവ്യങ്ങളെ ജലപ്രവാഹത്തിൽ കഴുകി മാറ്റുന്നു. നമ്മൾ ശുദ്ധീകരിക്കുന്ന കാര്യം കുറേ 2-3 രീതികൾ പഠിച്ചായിരുന്നു അല്ലേ. സ്വേദനം പഠിച്ചായിരുന്നു അല്ലേ, കഴുകി മാറ്റൽ പഠിച്ചായിരുന്നു അല്ലേ. അപ്പോൾ ഇവിടെ ഇരുമ്പിന് ഉപയോഗിക്കുന്ന ഏതാണ് ഇവിടെ ജലപ്രവാഹത്തിൽ കഴുകി മാറ്റുന്നു. കാന്തിക വിഭജനത്തിലൂടെയും മാലിന്യങ്ങൾ നീക്കം ചെയ്യാം. അപ്പോൾ ഈ 2 രീതിയിലൂടെ എന്ത് ചെയ്യാം അല്ലേ, കാന്തിക സ്വഭാവമുള്ളതുകൊണ്ട് കാന്തത്തിൻ്റെ സഹായത്തോടെയും നീക്കം ചെയ്യാം, ജലത്തിലൂടെ എന്ത് ചെയ്യാം കഴുകിയും നീക്കം ചെയ്യാം. ഈ ഒരു കാര്യം ഓർത്തിരിക്കുക. നോക്കി, അപ്പോൾ ഇവിടെ ചെയ്യുന്നത് ജലപ്രവാഹത്തിൽ കഴുകി മാറ്റുന്നു. അതേപോലെ കാന്തിക വിഭജനത്തിലൂടെയും നമ്മൾ എന്ത് ചെയ്യുന്നു മാലിന്യങ്ങളെ മാറ്റുന്നു എന്ന കാര്യം ഓർക്കുക. ഓക്കെ ആണല്ലോ. അപ്പോൾ ബ്ലാസ്റ്റ് ഫർണസിൽ നമ്മൾ ഏതോ ഉപയോഗിക്കുന്നത് എന്തൊക്കെ ഉപയോഗിക്കുന്നത് ഫർണസിൻ്റെ മുകൾ വശത്തുള്ള പ്രത്യേക ക്രമീകരണത്തിലൂടെ ഹെമറ്റൈറ്റ് ഇടും അല്ലേ, ചുണ്ണാമ്പ് കല്ലിടും, അതേപോലെ കോക്ക് എന്നിവ നിക്ഷേപിക്കുന്നു എന്ന കാര്യം എന്ത് ചെയ്യണം ഒന്ന് ഓർത്തിരിക്കുക. അപ്പം ഈ ഒരു കാര്യം മറക്കരുത്. ഹെമറ്റൈറ്റ് ആയിരുന്നപ്പം ബ്ലാസ്റ്റ് ഫർണസിൽ നിക്ഷേപിക്കുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണ് ചുണ്ണാമ്പ് കല്ലും കോക്കുമാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ ചിത്രം ഇവിടെ കൊടുത്തിട്ടുണ്ട്.
ബ്ലാസ്റ്റ് ഫർണസിൻ്റെ ചിത്രം, അതേപോലെ എന്ത് ചെയ്യുന്നു ഈ മിശ്രിതം അല്ലേ ഇപ്പോൾ പറഞ്ഞ കോക്ക്, ചുണ്ണാമ്പ് കല്ല്, ഹെമറ്റൈറ്റ് മിശ്രി ഇട്ട് കൊടുക്കുന്നു എന്ന ഭാഗമൊക്കെ എന്ത് ചെയ്യുന്നു ഇവിടെ കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ ഒരു ലൈൻ കണ്ടന്റ് നോക്കിയോണേ. ഏതാണ്? ഹെമറ്റൈറ്റിനെ നിരോക്സീകരിക്കാൻ ഉപയോഗിക്കുന്ന പദാർത്ഥം ഏതാണ്? കാർബൺ മോണോക്സൈഡാണ്. അപ്പം ഹെമറ്റൈറ്റിനെ നിരോക്സീകരിക്കാൻ ഉപയോഗിക്കുന്ന പദാർത്ഥം ഏതാണ്? കാർബൺ മോണോക്സൈഡാണ് എന്ന കാര്യം എന്ത് ചെയ്യണം? ഓർത്തിരിക്കണം. ഓക്കെ, അതേപോലെ ഫർണസിലെ ഉയർന്ന താപനിലയിൽ കാൽസ്യം കാർബണേറ്റ് വിഘടിച്ച് കാൽസ്യം ഓക്സൈഡും കാർബൺ ഡൈ ഓക്സൈഡും ഉണ്ടാകുന്നു എന്ന കാര്യവും എന്ത് ചെയ്യണം? ഒന്ന് ഓർത്തിരിക്കുക. മനസ്സിലായല്ലോ? അതേപോലെ അടുത്ത് നോക്കി, ഗ്യാങ്ങിന് ആസിഡ് സ്വഭാവമാണെങ്കിൽ ബേസിക് സ്വഭാവമുള്ള ഫ്ലെക്സ് ആയിരിക്കണം ഉപയോഗിക്കേണ്ടത്. ഗ്യാങ്ങിന് ബേസിക് സ്വഭാവമാണെങ്കിൽ ആസിഡ് സ്വഭാവമുള്ള ഫ്ലെക്സ് ആയിരിക്കണം ഉപയോഗിക്കേണ്ടത്. ഈ ഒരു കാര്യം എന്ത് ചെയ്യുക? ഓർത്തിരിക്കുക. അതേപോലെ നോക്കൂ, സാന്ദ്രത കുറഞ്ഞ ഉരുകിയ ഇരുമ്പിന് മീതെ പൊങ്ങിക്കിടക്കുന്നു. ഫർണസിൽ നിന്നും ഉരുകിയ രൂപത്തിൽ സ്ലാഗും അയണും പ്രത്യേകമായി പുറത്തെടുക്കുന്നു. നമുക്ക് പഠിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇതാണ്. ബ്ലാസ്റ്റ് ഫർണസിൽ നിന്നും ലഭിക്കുന്ന ഉരുകിയ അയണിൽ 4% കാർബണും മറ്റ് മാലിന്യങ്ങളായ മാംഗനീസ്, സിലിക്കൺ, ഫോസ്ഫറസ് എന്നിവ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിനെ വിളിക്കുന്ന പേരാണെന്ത്? പിഗ് അയൺ എന്ന് വിളിക്കുക. അപ്പോൾ നമ്മൾ ബ്ലാസ്റ്റ് ഫർണസിൽ നിന്ന് കിട്ടുന്ന അയണിന് വിളിക്കുന്ന പേരാണെന്ത്? പിഗ് അയൺ എന്ന കാര്യം എന്ത് ചെയ്യണം? ഒന്ന് ഓർത്തിരിക്കുക. ഓക്കെ, ഇവിടെ 2 ചോദ്യം നമ്മൾ പഠിക്കേണ്ടത്. പിഗ് അയണിൽ കാണപ്പെടുന്ന മറ്റ് മൂലകങ്ങൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഏതാണ്? കാർബൺ ഉണ്ട്, മാംഗനീസ് ഉണ്ട്, സിലിക്കൺ ഉണ്ട്, ഫോസ്ഫറസ് ഉണ്ട്. ഓക്കെ, അതേപോലെ നോക്കി, പിഗ് അയണിൽ കാണപ്പെടുന്ന കാർബണിൻ്റെ അളവ് എത്ര ശതമാനമാണ്? 4%. ഈ 2 കാര്യം ചെയ്യണം, ഒന്ന് ഓർത്തിരിക്കണേ. ഇനി നമുക്ക് പഠിക്കേണ്ടത് ഇവിടെ ഒരു ഭാഗമാണ് അല്ലേ. അപ്പം നമ്മൾ ശുദ്ധമായ ലോഹങ്ങളിൽ നിന്നാണ് നോക്കി. അപ്പോൾ നമ്മൾ ഇരുമ്പിൻ്റെ കൂടെ മറ്റ് ചില ലോഹങ്ങൾ ചേർത്ത് എന്ത് ചെയ്യുന്നു? കുറച്ച് എന്ത് ചെയ്യുക? നമ്മൾ വിവിധ തരം സ്റ്റീലുകളൊക്കെ ഉണ്ടാക്കും. അതിൻ്റെ പേരേക്ക് ഒന്നാമത് നോക്കി, സ്റ്റെയിൻലെസ് സ്റ്റീൽ എന്ന് പറയും. അതിൻ്റെ കണ്ടൻറ്റ് ഏതൊക്കെയാണ്? ഇരുമ്പുണ്ട്, ക്രോമിയം ഉണ്ട്, നിക്കലുണ്ട്, കാർബണുണ്ട്. മനസ്സിലായില്ലേ? എന്താ പ്രത്യേകത? സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ പ്രത്യേകത അതാ ഉറപ്പുള്ളതാണ്. ഉപയോഗം എന്തിനാ? പാത്രങ്ങൾ, വാഹന ഭാഗങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നു. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇവിടെ ഒരു പോയിന്റ്, ഈ സ്റ്റെയിൻലെസ് സ്റ്റീലിൽ ക്രോമിയത്തിൻ്റെ അളവ് എന്ന് പറയുക 10.5% അല്ലേ. അത്രയെങ്കിലും എന്ത് ചെയ്യും? നമ്മൾ എന്ത് ചെയ്യുന്നു? ഉപയോഗിക്കുന്നു എന്ന കാര്യം ഉപയോഗിക്കുക. കാർബൺ ആണെങ്കിൽ എത്താണ്? ലെസ് ദാൻ 1.2% അല്ലേ. 1.2% ആണ് എന്ത് ചെയ്യും? നമ്മൾ കാർബൺ ഉപയോഗിക്കുന്ന കാര്യം നോക്കുക. അടുത്ത് എപ്പോഴും BSc ചോദിക്കുന്നതാണത് അൽനിക്കോ എന്ന സാധനം അല്ലേ. അൽനിക്കോ എന്തിനാണ് ഉപയോഗിക്കുന്നത്? സ്ഥിരകാന്തങ്ങൾ ഉപയോഗിക്കുന്നതാണ് അൽനിക്കോയാണ്. അതിൻ്റെ കാന്തിക സ്വഭാവമുണ്ട് അല്ലേ. ഓക്കെ, അപ്പോൾ അതിലെ കണ്ടന്റ് ഏതൊക്കെയാണ്? ഇരുമ്പുണ്ട് അല്ലേ, അലുമിനിയം ഉണ്ട്, നിക്കലുണ്ട്, ഏതാണ്? കോബാൾട്ട് ഉണ്ട്. ഈ ഒരു കാര്യം ഓർക്കുക. അലുമിനിയം, നിക്കൽ, കോബാൾട്ട് ചേർന്നതാണെന്ത്? അൽനിക്കോ എന്ന് പറയും. ഉപയോഗിക്കുന്നതിനാണ് സ്ഥിരകാന്തങ്ങൾ ഉണ്ടാക്കാനാണ് ഉപയോഗിക്കുന്നത്. അടുത്ത് നോക്കി, നിക്രോം എന്ന് പറയും അല്ലേ. നിക്രോമിൽ ഏതൊക്കെയുള്ളതെന്ന് നോക്കി. ഏതുണ്ട്? ഇരുമ്പുണ്ട്, നിക്കലുണ്ട്, ക്രോമിയം ഉണ്ട്, കാർബണുണ്ട്. എന്താ അതിൻ്റെ പ്രത്യേകത? ഉയർന്ന പ്രതിരോധം, ഹീറ്റിംഗ് കോയിലുകൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നു. ഈ ഒരു കാര്യം എന്ത് ചെയ്യുക? ഉപയോഗിക്കുക. അപ്പോൾ ഇവിടെ ഒരു കാര്യം നോക്കി, ഘടകമൂലകങ്ങൾ വ്യത്യാസപ്പെടുത്തിയും അവയുടെ അനുപാതം വ്യത്യാസപ്പെടുത്തിയും വിവിധതരം ലോഹസങ്കരങ്ങൾ നിർമ്മിക്കാം. അപ്പോൾ ഇവിടെ ഒരു ചോദ്യം കൊടുത്തിട്ട് നോക്കിയേ, സ്റ്റെയിൻലെസ് സ്റ്റീല്, നിക്രോം എന്നിവയിലെ ഘടകങ്ങൾ ഒന്നു തന്നെയാണെങ്കിലും അവയുടെ ഗുണത്തിലെ വ്യത്യാസത്തിന് കാരണം എന്താണ് എന്നെഴുതിയാൽ അതിന് കാരണം എന്താണ്? ഘടകമൂലങ്ങൾ വ്യത്യാസപ്പെടുത്തിയും അവയുടെ അനുപാതം വ്യത്യാസപ്പെടുത്തിയും അല്ലെ, അവരുടെ റേഷ്യോ എന്ത് ചെയ്യുന്നു? വ്യത്യാസപ്പെടുത്തിയും ലോഹസങ്കരങ്ങൾ എന്ത് ചെയ്യുന്നു? നിർമ്മിക്കുന്നു. അത് പല ഉപയോഗത്തിനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഉപയോഗിക്കുന്നു എന്നാണ് അതിൻ്റെ ആൻസർ. ഓക്കെ, അടുത്തായിട്ട് നമുക്ക് ഈ ചാപ്റ്റർ നോക്കേണ്ട ലാസ്റ്റ് ഭാഗമാണ് അലുമിനിയത്തിൻ്റെ നിർമ്മാണം. അപ്പോൾ ഇരുമ്പിൻ്റെയും അലുമിനിയത്തിൻ്റെ നിർമ്മാണമാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നോക്കിയേ, അലുമിനിയം എന്താണ്? അതിൻ്റെ ഉപയോഗമൊക്കെ നമുക്കറിയാം അല്ലേ. നോക്കിയേ, അലുമിനിയത്തിൻ്റെ ഉപയോഗം നമുക്ക് ഇനി പ്രത്യേകിച്ച് പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. അടുത്ത് നമുക്ക് പഠിക്കേണ്ടത് ഈ ഒരു ഭാഗം നമുക്ക് ജസ്റ്റ് നോക്കാം. ആദ്യകാലങ്ങളിൽ അലുമിനിയം വേർതിരിച്ചെടുക്കുന്നതിൻ്റെ ചെലവ് വളരെ കൂടുതലായതിനാൽ ഇതിന് സ്വർണത്തേക്കാൾ വിലയായിരുന്നു എന്ന കാര്യം ഓർത്തിരിക്കുക. എന്നാൽ ഇവിടെ പഠിക്കേണ്ട ഒരു സാധനം എന്താണ്? ഹാൾ ഹെറൗൾട്ട് പ്രക്രിയയിലൂടെ സാധാരണക്കാരൻ്റെ ലോഹമാറ്റി മാറ്റി ഏതിനെ? അലുമിനിയത്തിന്. അപ്പോൾ പ്രക്രിയയുടെ പേരെന്താണ്? ഹാൾ ഹെറൗൾട്ട് പ്രക്രിയ എന്ന കാര്യം എന്ത് ചെയ്യുക? നോക്കുക. അതേപോലെ നമ്മൾ നേരത്തെ പഠിച്ച 2 കാര്യമാണ്. അലുമിനിയത്തിൻ്റെ പ്രധാന അയിരാണ് ഏത്? ബോക്സൈറ്റ്. അതേപോലെ ബോക്സൈറ്റ് നമ്മൾ പഠിച്ചു അല്ലേ. ഓക്കെ, അതേപോലെ 2 പ്രധാന ഘട്ടങ്ങളിലൂടെയാണ് അലുമിനിയം വ്യാവസായികമായി നിർമ്മിക്കുന്നത്. ഒന്നാമത്തേതാണ് ബോക്സൈറ്റിൻ്റെ സാന്ദ്രണം, അതേപോലെ സാന്ദ്രീകരിച്ച അലുമിനിയത്തിൻ്റെ വൈദ്യുത വിശ്ലേഷണവുമാണ് 2 പ്രധാന ഘട്ടങ്ങൾ. അപ്പം ഇത്ര കാര്യങ്ങൾ എന്ത് ചെയ്യുക?
ഒന്ന് ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ എന്താണ് ഹാൾ ഹറൗൾട്ട് പ്രക്രിയ, അതിൻ്റെ നമ്മൾക്ക് സാധാരണക്കാരുടെ ജീവിതത്തിൻ്റെ പ്രാധാന്യം എന്താ, ആ പ്രക്രിയയിലൂടെ അലുമിനിയം വേർതിരിക്കാൻ തുടങ്ങിയതോടാണ് എന്ത് ചെയ്തത്, അതിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ കുറഞ്ഞു വന്നത്. അല്ലെങ്കിൽ സ്വർണ്ണത്തെക്കാളും വിലയായിരുന്ന കാര്യം ഓർക്കുക. ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് ലോഹസങ്കരങ്ങൾ എന്നൊരു ഭാഗം നോക്കാം. PSC സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഏരിയ തന്നെയാണ്. അതേപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പം ഒന്നാമത് നമുക്ക് PSC മുൻ വർഷങ്ങളിൽ ചോദിച്ചൊരു ചോദ്യത്തിലേക്ക് പോവാം. വൈദ്യുത ഹീറ്ററിലെ കോയിൽ നിർമ്മിച്ചിരിക്കുന്നത് ഏതു വസ്തു ഉപയോഗിച്ചാണ്? ടങ്സ്റ്റൺ, നിക്രോം, കോപ്പർ, അലുമിനിയം. അത് KCB 2012 മസ്തൂർ പരീക്ഷയ്ക്ക് ചോദിച്ചൊരു ചോദ്യമാണ്. അതിൻ്റെ ആൻസർ ഏതാണ്? നിക്രോമാണ് ആൻസർ. അപ്പം വൈദ്യുത ഹീറ്ററിലെ കോയിൽ നിർമ്മിച്ചിരിക്കുന്നത് ഏത് വസ്തു ഉപയോഗിച്ചാണ് അല്ലേ? അപ്പം വൈദ്യുത ഹീറ്റർ, അതേപോലെ തേപ്പ് അല്ലേ, അയൺ ബോക്സ്, ഇതിൻ്റെയൊക്കെ ഏതാണ്? നിക്രോമാണ്. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം അടുത്ത് നോക്കൂ. ഇനി എന്താണ് ലോഹസങ്കരങ്ങൾ നോക്കി. രണ്ടോ അതിലധികമോ ലോഹങ്ങളുടെ ഏകാത്മക ഖരലായനികളാണ് ലോഹസങ്കരങ്ങൾ എന്ന് പറയുക. അപ്പോൾ രണ്ടോ അതിലധികമോ ലോഹങ്ങൾ ചേരുന്നതിന് പറഞ്ഞ പേരാണ് നമ്മൾ ലോഹസങ്കരങ്ങൾ എന്ന് പറയുക. അടുത്ത് നോക്കൂ. എന്തിനാണ് ഇങ്ങനെ ലോഹസങ്കരങ്ങൾ നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുന്നത്, എന്താണ് പ്രത്യേകത നോക്കി. ലോഹങ്ങളെ അപേക്ഷിച്ച് ലോഹസങ്കരങ്ങൾക്ക് മികച്ച ബലവും ലോഹനാശത്തെ ചെറുക്കുവാനുള്ള കഴിവുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ലോഹസങ്കരങ്ങളുടെ മെച്ചം എന്തൊക്കെയാണ്? മറ്റൊരു സാധാരണ ഒരു സിംഗിൾ ലോഹത്തെ അപേക്ഷിച്ച് ലോഹസങ്കരങ്ങൾക്ക് മികച്ച ബലം, അതേപോലെ ലോഹനാശത്തെ ചെറുക്കുവാനുള്ള കഴിവുമുണ്ട്. ഇത്രയൊക്കെയാണല്ലോ. അടുത്ത് നോക്കൂ. ഹീറ്റിംഗ് കോയിൽ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരമാണ് നിക്രോ. നമ്മൾ ഒന്നാമത്തെ ഒരു ക്വസ്റ്റ്യൻ കണ്ടായിരുന്നു അല്ലേ? അപ്പം അതിൽ ഹീറ്റിംഗ് കോയിൽ, അതേപോലെ അയൺ ബോക്സിലെ കോയിലുകൾ ഒക്കെ ഏതാണ്? നിക്രോമാണ്. അപ്പം ഹീറ്റിംഗ് കോയിൽ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരമാണ് നിക്രോം എന്ന് പറയുക. അടുത്തത് PSC ചോദിച്ച ചോദ്യമാണ്. നിക്രോമിലെ പ്രധാന ഘടകലോഹങ്ങൾ ഏതെല്ലാമാണ്? ഏതൊക്കെയാണ്? അതിൽ നിക്കലുണ്ട്, ക്രോമിയമുണ്ട്, ഇരുമ്പുണ്ട്. അപ്പം നിക്കൽ, ക്രോമിയം, ഇരുമ്പ്, ഈ മൂന്നെണ്ണം ചേരുന്നതാണ് എന്ത് പറയുന്നത്? നിക്രോം എന്ന് പറയുക. ഇതാണ് ഹീറ്റിംഗ് കോയിലിൽ ഉപയോഗിക്കുന്നത്. മനസ്സിലായല്ലോ. അടുത്ത ഒരു ഭാഗം നോക്കി. സ്ഥിരകാന്തങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരമാണ് അൽനിക്കോ. ഇതും PSC ചോദിച്ചിട്ടുള്ളതാണ്. സ്ഥിരകാന്തങ്ങൾ നിർമ്മിക്കുവാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരം ഏതാണ്? അൽനിക്കോ. മറക്കണ്ട. അതുപോലെ നോക്കി. അൽനിക്കോയിലെ ഘടകമൂലകങ്ങളാണ് നിക്കൽ, അലൂമിനിയം, ഇരുമ്പ്, കോബാൾട്ട്. അപ്പം അൽനിക്കോ എന്ന് പറയുന്നത് 4 ലോഹങ്ങൾ ചേർന്നതാണ്. ഏതൊക്കെയാണ്? നിക്കൽ, അലൂമിനിയം, ഇരുമ്പ്, കോബാൾട്ട്. അടുത്തതായിട്ട് മനുഷ്യൻ ആദ്യമായി ഉപയോഗിച്ച ലോഹസങ്കരമാണ് ബ്രോൺസ്. മനുഷ്യൻ ആദ്യമായി ഉപയോഗിച്ച ലോഹസങ്കരമാണ് ബ്രോൺസ്. അതേപോലെ നോക്കൂ. ബ്രോൺസിലെ ഘടകലോഹങ്ങളാണ് കോപ്പറും ടിന്നും. മറക്കണ്ട, PSC ചോദിച്ചിട്ടുണ്ട്. ബ്രോൺസിലെ ഘടകലോഹങ്ങൾ ഏതൊക്കെയാണ്? കോപ്പറും ടിന്നുമാണ്. അപ്പോൾ ബ്രോൺസ് പറഞ്ഞാൽ അല്ലേ, നമുക്കറിയാം ഓട്ടുപാത്രങ്ങളൊക്കെ ഇടുന്നുണ്ടല്ലോ, അതെന്തൊക്കെ ചേരുന്നതാണ്? കോപ്പറും ടിന്നുമാണ്. അതേപോലെ നോക്കൂ. ബ്രാസ് എന്ന് പറയുന്നത് അല്ലേ, ബ്രാസ് ഉണ്ട്. പിച്ചള പാത്രങ്ങൾ, പിച്ചള എന്നൊക്കെ നമ്മൾ പറയില്ലേ. അപ്പോൾ പിച്ചള എന്ന് പറഞ്ഞാൽ ഏതൊക്കെ ലോഹസങ്കരങ്ങൾ? പിച്ചള എന്ന ലോഹസങ്കരത്തിൽ ഏതൊക്കെ ലോഹങ്ങളുള്ളത്? കോപ്പറും സിങ്കും. അപ്പം ബ്രോൺസ്, ഓടിൽ കോപ്പറും ടിന്നും, അതേപോലെ പിച്ചളയിൽ കോപ്പറും സിങ്കുമാണുള്ളത്. അതേപോലെ നോക്കൂ. സ്റ്റീൽ ഏതെല്ലാം ലോഹം ചേർന്നതാണ്? അതും ഒരു പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്. അസിസ്റ്റന്റ് ടൈം കീപ്പർ 2008 ചോദിച്ചൊരു ചോദ്യമാണ്. സ്റ്റീൽ ഏതെല്ലാം ലോഹം ചേർന്നതാണ് അല്ലേ? അപ്പോൾ സ്റ്റീൽ എന്ന് പറഞ്ഞ ലോഹസങ്കരമാണ്. ഏതൊക്കെ ലോഹം ചേർന്ന? ഇരുമ്പ്, കാർബൺ, ഇരുമ്പ് വെളുത്തീയം, ഇരുമ്പ് ചെമ്പ്, ചെമ്പ് വെളുത്തീയം. ഇങ്ങനെ 4 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഉത്തരം ഏതാണ്? ഓപ്ഷൻ A ആണ്. ഇരുമ്പും കാർബണും ചേരുന്നതാണെന്ന് പറയുന്നത് സ്റ്റീൽ എന്ന് പറയുക. അതേപോലെ നോക്കൂ. വാഹന ഭാഗങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരമാണ് സ്റ്റീൽ. വാഹന ഭാഗങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരമാണ് സ്റ്റീൽ അല്ലെങ്കിൽ ഉരുക്ക്. വാഹന ഭാഗങ്ങൾ മാത്രമല്ല. ഓക്കെ, അതേപോലെ നോക്കൂ. സ്റ്റീലിൻ്റെ പ്രധാന ഘടകമൂലകങ്ങളാണ് ഇരുമ്പും കാർബണും. നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ സ്റ്റീലിൻ്റെ പ്രധാന ഘടകമൂലകങ്ങളാണ് ഇരുമ്പും കാർബണും. അതേപോലെ മറ്റൊരു കാര്യം നോക്കി. വിമാനങ്ങളുടെ ഭാഗങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരമാണ് ഏതാണ്? ഡ്യൂറാലുമിൻ. മറക്കണ്ട. വിമാനങ്ങളുടെ ഭാഗങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരം ഏതാണ്?
ഡ്യൂറാലുമിൻ മറക്കണ്ട. അതേപോലെ നോക്കൂ, ഓട്ടോമൊബൈൽ പാർട്സ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത് ഏതാണ്? ലോഹസങ്കരമാണ് ക്രോമിയം സ്റ്റീൽ. അപ്പം ഓട്ടോമൊബൈൽ പാർട്സ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരം ഏതാണ്? ക്രോമിയം സ്റ്റീലാണ്. അതേപോലെ അടുത്ത് നോക്കി, പെൻഡുല നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ലോഹസങ്കരമാണ് ഇൻവാർ. പെൻഡുല നിർമ്മിക്കാൻ പെൻഡുല നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ലോഹസങ്കരം ഏതാണ്? ഇൻവാർ എന്ന് പറയും. അതേപോലെ അടുത്ത് നോക്കി, നേരത്തെ നമ്മൾ പറഞ്ഞായിരുന്നു നിക്കലിൻ്റെയും ഇരുമ്പിൻ്റെയും ലോഹസങ്കരമാണ് ഇൻവാർ. അപ്പോൾ ഇൻവാർ എന്ന് പറഞ്ഞാൽ ഏതാണ്? പെൻഡുല നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ലോഹസങ്കരം ഇൻവാർ ആണ്. ഇൻവാർ എന്ന് പറഞ്ഞാൽ എന്താണ്? നിക്കലും ഇരുമ്പും ചേരുന്ന ലോഹസങ്കരമാണ് ഇൻവാർ എന്നറിയപ്പെടുക. ഇനി അടുത്ത് നോക്കി, സ്റ്റീൽ എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. സ്റ്റീൽ എന്ന് പറയും അല്ലേ? സ്റ്റീൽ എന്ന് പറയാൻ ഏതൊക്കെ ചേരുന്നതാ? ഇരുമ്പ്, കാർബൺ. ഇനി നമ്മൾ കേട്ടിട്ടുണ്ട് സ്റ്റെയിൻലെസ് സ്റ്റീൽ എന്ന് പറയാറുണ്ട് അല്ലേ? നമ്മൾ തുരുമ്പെടുക്കത്തില്ല, സ്റ്റെയിൻലെസ് സ്റ്റീലാന്നൊക്കെ പറയാറുണ്ട് അല്ലേ? അപ്പോൾ സ്റ്റെയിൻലെസ് സ്റ്റീലിലെ പ്രധാനപ്പെട്ട ഘടക ലോഹങ്ങൾ ഏതൊക്കെയാണ്? ഇരുമ്പ്, നിക്കൽ, ക്രോമിയം. ഇത്രയാണ് സ്റ്റെയിൻലെസ് സ്റ്റീലിലുള്ളത്. അടുത്ത് നോക്കി, ക്രോമിയം സ്റ്റീൽ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയുള്ളത് നോക്കി? ഇരുമ്പും ക്രോമിയവുമാണുള്ളത്. ക്രോമിയം സ്റ്റീലിൽ ഏതൊക്കെയുള്ളത്? ഇരുമ്പും ക്രോമിയവും. അടുത്തത് ലോഹസങ്കരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഏതാണ്? സോൾട്ടർ ഏതിൻ്റെ ലോഹസങ്കരമാണ്? സോൾട്ടർ ഏതിൻ്റെ ലോഹസങ്കരമാണ്? ഏതിൻ്റെയാണ്? ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ടിന്ന്, ലെഡ്, ടിൻ, സിങ്ക്, സിങ്ക്, ലെഡ്, സിങ്ക്, കോപ്പർ, അങ്ങനെ 4 കൊടുത്തിട്ടുണ്ട്. SI അതേപോലെ 2009 പോലീസ് ഇതിൽ വന്നതാണ് ഈ ചോദ്യം. അപ്പം ഏതാണ് സോൾട്ടർ എന്ന് പറയുന്നത്? ടിന്നും ലെഡും ചേരുന്നതാണ് ഇത് സോൾട്ടർ എന്ന് പറയുക. അടുത്ത് നോക്കൂ, ഒരു 2-3 ലോഹസങ്കരങ്ങളും അതിൻ്റെ ലോഹങ്ങളും കൊടുത്തിട്ടുണ്ട്. ഏതാണ്? ഇലക്ട്രം എന്ന് പറഞ്ഞാൽ ഏതാണ്? ലോഹസങ്കരമാണ്. അതേതൊക്കെ ചേരുന്നതാ? സ്വർണവും വെള്ളിയും ചേരുന്നതാണ് ഇലക്ട്രം. അടുത്ത് നോക്കിയേ, ഗൺ മെറ്റൽ എന്ന് പറഞ്ഞാൽ ചെമ്പ്, സിങ്ക്, ടിന്ന് ഇത് ചേരുന്നതാണ് ഇത് ലോഹങ്ങൾ. ഈ 3 ലോഹങ്ങൾ ചേരുന്നതാണ് ഗൺ മെറ്റൽ എന്ന ലോഹസങ്കരം. അടുത്ത് നോക്കി, റോസ് മെറ്റൽ. എന്താ റോസ് മെറ്റൽ എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാ? ബിസ്മത്ത്, ലെഡ്, ടിന്ന് എന്നീ 3 ലോഹങ്ങൾ ചേർന്നുണ്ടാകുന്നതാണെന്ത്? റോസ് മെറ്റൽ എന്ന ലോഹസങ്കരം. അടുത്ത് നോക്കൂ, ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. വൈദ്യുത കാന്തങ്ങളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത് ഡാഷ് ആണ് അല്ലേ? ഏതാണ്? വൈദ്യുത കാന്തങ്ങളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ഏതാണ്? ഒരു ലോഹമാണ്. ഏതാണത്? പച്ചിരുമ്പാണ്. LDC 2017 ചോദ്യമാണ്. വൈദ്യുത കാന്തങ്ങളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത് പച്ചിരുമ്പാണ്. ഇത്രയുമാണ് ലോഹങ്ങൾ അല്ലെങ്കിൽ ലോഹസങ്കരങ്ങൾ എന്ന ഭാഗത്തിൽ നിന്ന് പ്രധാനപ്പെട്ട വസ്തുതകൾ. തീർച്ചയായിട്ടും ഒരു മാർക്ക് നമുക്ക് പ്രതീക്ഷിക്കാം. നല്ല രീതിയിൽ പഠിക്കുക, ഒരു മാർക്ക് മിസ് ചെയ്യാതിരിക്കുക. അപ്പം ഒരിക്കൽ കൂടി ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യണം. താങ്ക്